ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കണേ. ചാലഞ്ചിങ് വീഡിയോ ഉണ്ടാവാനുള്ള പിന്നില് ഇവനൊരു അടുത്തൊരു മമ്മൂട്ടി ഫാനും ഞങ്ങൾക്ക് അടുത്തൊരു ലാലറ്റും ഫാനുമാണ്. അപ്പൊ ഇന്നലെ ഒരു ഫാൻ ഫൈറ്റ് നടന്നപ്പോൾ ഞങ്ങളുടെ ഫാൻ ഫൈറ്റ് കണ്ടു ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞ് നാളെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. മോഹൻലാലിന്റെ റിയൽ നെയിമാണ് മോഹൻ കുമാർ. മോഹൻ കുമാർ എന്തോ ശരിക്കുള്ള നെയിം മോഹൻലാൽ വിശ്വനാഥൻ നായർ. ഓക്കെ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ സിനിമയുടെ പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. തേർഡ് ക്വസ്റ്റ്യൻ, ഏജ് 50 അല്ല 68. ശരിക്കുള്ള ആൻസർ 64 ആണ്. ഓ 64 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈറ്റ് ഓഫ് മോഹൻലാലിന്റെ ഹൈറ്റ് ഏകദേശം അടിക്കണക്കാണ്, സെന്റിമീറ്റർ പറയുന്നത്. അടിക്കണക്ക്. ഇത് ചതി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിച്ചില്ല. 1.6 1.72 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, എത്ര നാഷണൽ അവാർഡ് ഉണ്ട്? 3 നാഷണൽ അവാർഡ്. 5 നാഷണൽ അവാർഡ്. അത് ബെസ്റ്റ് ആക്ടർ അല്ല, എല്ലാം കൂടി 5 നാഷണൽ അവാർഡ് ഉണ്ട്. ഓക്കെ ഓക്കെ. സോ ഇപ്പൊ ഇതിലെത്ര ശരിയാക്കി? മഞ്ഞിൽ വരുന്ന പൂക്കൾ മാത്രമാണ് ഇതിൽ ശരിയാക്കി. അപ്പൊ 1 പോയിന്റ്. നെക്സ്റ്റ്, മമ്മൂട്ടിയുടെ ഫാനുള്ള നെക്സ്റ്റ് റൗണ്ട്. മമ്മൂട്ടിയുടെ റിയൽ നെയിം മുഹമ്മദ് കുട്ടി. പോരെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോരെ. അത് വേണം. പേര് പറയണം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. മുഹമ്മദ് കുട്ടി തന്നെയാണ് ആളെ പ്രൊണൗൺസ് ചെയ്യാ. അത് ഫുൾ നെയിം പറയണം. മുഹമ്മദ് കുട്ടി തന്നെ അറിയുള്ളൂ. അറിയില്ലെങ്കിൽ ജനറൽ നോളജിൽ എടുക്കാൻ ശരിയാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ നെയിം പറയണം. മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പണിപ്പറമ്പിൽ നിന്നാണ്. ഓക്കെ. ഫസ്റ്റ് മൂവി മമ്മൂട്ടിയുടെ അറിയില്ല. ഉത്തരം അനുഭവങ്ങൾ, പാളിച്ചകൾ. ഏജ് 73. ശരിയാണ്. ഹൈറ്റ് ഓഫ് മമ്മൂട്ടി 176. 1.78 മീറ്റർ. 78 ആണ്. നമ്പർ ഓഫ് നാഷണൽ അവാർഡ്സ് 3. ശരി ഉത്തരം. അപ്പൊ മൊത്തം കിട്ടിയ പോയിന്റ് നമുക്ക് 2 പോയിന്റ്സ്. ഇവിടെ 1 പോയിന്റ്. നെക്സ്റ്റ് റൗണ്ട് 2. മോഹൻലാൽ ഫാൻ ഇനി കുറച്ച് ഓഡിയോസ് ആണ് പ്ലേ ചെയ്യുമ്പോൾ. ഫസ്റ്റത്തെ ഓഡിയോ ഏത് സിനിമയിലാണെന്നുള്ള പറയണം. ലാൽ സലാം. ഓക്കെ. ലാൽ സലാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, സെക്കൻഡ് വൺ. വേണ്ട, നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. ഏതാ? ഒന്നുകൂടി വെച്ചോളൂ, പ്ലേ ചെയ്യും. റിപ്പീറ്റ് ഉണ്ട്. പിന്നെ എന്തിനാ നിന്റെ ഗുരുവിന്റെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. വേദാന്തം കേട്ടാൽ ഉണങ്ങുന്നതല്ല എന്റെ മനസ്സിന്റെ മുറിവ്. അറിയില്ല. ഗുരുവാണ്. മനസ്സിലായിരുന്നു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണോ? ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി വന്ദന. ചോദിച്ചാൽ
ആരായാലും രണ്ട് കൈയും കെട്ടി കേട്ടിട്ടില്ല. എന്തായിരുന്നു ഉത്തരം പറഞ്ഞ? വന്ദനം. വന്ദനം. ഒന്നുകൂടി കേട്ടോ. ഉത്തരം തന്നെ പറഞ്ഞു. ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ. അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. സോറി. വന്ദനം എന്നാണ് പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. ഇത് യോധേൽത്തിയാണ്. So sad. ഓക്കെ, നെക്സ്റ്റ് വൺ. നമുക്ക് ഈ നാട് വിട്ടു പോയാലോ മാഷേ? ഇങ്ങോട്ട് രസതന്ത്രം. അങ്ങോട്ടെങ്കിലും ഓ ശരിയാണ്. രസതന്ത്രമാണ്. വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? വേദിയില്ല മാഷെ. അസ്വസ്ഥത. ഓക്കെ, അപ്പൊ ശരി ഉത്തരം ഇത് രസതന്ത്രമാണ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ. നീ എനിക്ക് പ്രിയങ്കരിയാണ്. പൊന്നോമൻ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 16-18 വരെ വാക്യം. ആ ഇപ്പഴത്തിന് പേര് ആദം ജോൺ. ഒളിമ്പിക് ഒളിമ്പിക്കോ? പോട്ടെ. എന്നിട്ട് ഒന്നൊരു മെച്ച് അതിന്റെ ഡയലോഗില് സിനിമ വരുന്നില്ല. A few moments later. തോറ്റുന്നാ? ഞാൻ 10 വരെ എണ്ണ. അത്രയും ഞാൻ ഇല്ല, തോറ്റു നിക്ക്. 2 ഇല്ലടാ വിട്ടേക്ക്. 3. വന്ദനം. ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഉത്തരം തെറ്റാണ്. ഒളിമ്പിക് അന്തോണിയാദം. എടാ ഞാൻ അതിന് പറയുന്നപ്പോ ബാക്കിൽ നിന്ന് എല്ലാം പറയുന്നത്. നീ എന്തിനാ അവരെ വിശ്വസിക്കണേ? നീയല്ലേ മോഹൻലാൽ ഫാൻ? ഇപ്പൊ നിലവിലെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 2-2 ആണ് ഇപ്പോൾ നിൽക്കുന്ന മൊത്തം സ്കോർ. റെഡി? ഫസ്റ്റ് ആണ്. തോക്കിന്റെ മുമ്പിൽ എന്തെത്ര മോന്ത് കാഞ്ചി വലിച്ച ഉണ്ട് കയറും. ക്രിസ്റ്റഫർ. ശരിയാണ്. ഓക്കെ, സെക്കൻഡ് വൺ. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. എനിക്കറിയാം. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണ് അതാണ് അച്ചീവ്മെന്റ്. അങ്കിളാണോ? അല്ല, അല്ല, ഉത്തരം പത്തേമാരി. ഓക്കെ, തേർഡ് വൺ. ഇനിയുണ്ട് വേറെ റൗണ്ട്. പുത്തമ്പളിചാറത്തിലെ വലിയ ഉസ്താദിന് ഉടുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്ന ഒരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വരെ കൂടെ ഷൺമുഖനടുത്ത് വന്നോ ഇത് പറ്റില്ല. ഇത് പടത്തിന് നിനക്ക് കേട്ടത് കിട്ടി മോഹൻലാലിന്റെ. ശരിയാണ്. അപ്പൊ 2 പോയിന്റ് റൗണ്ടില്. അടുത്തത് കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാതെ വിശന്ന് പറഞ്ഞ് ആദ്യമായി ഞാൻ ഈ കോർട്ടിൽ വന്ന് തളർന്നു കിടപ്പോ താങ്ങി പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒറ്റ സുലൈമാനുണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കൂടി തന്നാലും പോട്ടെ. The King ആണോ? ഏത്? The King. അല്ല, ദുബായ്. നെക്സ്റ്റ് ഫൈനൽ വൺ. അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിലിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, I will hunt you down. നിന്നെ വേട്ടയാടി പിടിക്കും. അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ IPS, അതിന്റെ അലങ്കാരങ്ങൾ, ആലഭാരങ്ങൾ. കിട്ടിയില്ല എനിക്ക്. 3 പടം വരും അതിൽ ഇത്. ഏതാ പോട്ടെ. പക്ഷെ അത് പലറിയാണ്. മറ്റേ ഇത് വന്നേ ജോണി വാക്കണോ? അല്ല, ഇതാണ് നമ്മുടെ ടാസ്ക്. നിങ്ങളുടെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4. ഞാൻ വിട്ടുകൊടുത്താണ് ഗൈസ്. അവൻ വിട്ടുകൊടുത്താണ്. അതെ അതെ. കാരണം നമ്മുടെ കൂട്ടുകാരന്റെ ചെയ്യണം നമ്മുടെ സന്തോഷം. അല്ല ഇതില് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ പലർക്കും ഇവിടെ അറിയണത് അവിടെ അറിയാം, അവിടെ അറിയണത് ഇവിടെ അറിയാം. അതെ. അല്ല, ഇവിടെ അറിയാത്തത് ഇവിടെ അറിയാം, ഇവിടെ അറിയാം. അപ്പൊ ഇന്നത്തെ ചാലഞ്ചിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ അടിയിൽ രേഖപ്പെടുത്തുക.
ബെൽ ബട്ടൺ നമുക്ക് വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോസുകൾ ഞങ്ങൾ വരുന്നതാണ്. വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ. ടാറ്റാ.